പുലയൻ തമ്പുരാനാകുന്ന കഥ മമ്മൂക്കയോട് അച്ഛൻ കഥ പറഞ്ഞു. പക്ഷേ അദ്ദേഹം ഭയന്ന് പിന്മാറി. മമ്മൂട്ടിയെ നായകനാക്കി സിനിമ സംവിധാനം ചെയ്യാൻ തിലകൻ ആഗ്രഹിച്ചിരുന്നുവെന്ന് ഷമ്മി തിലകൻ. ജോസ് പെല്ലിശ്ശേരി ചാലക്കുടി സാരഥിക്ക് വേണ്ടി സംവിധാനം ചെയ്ത നാടകമാണ് അച്ഛൻ സിനിമയാക്കാൻ ആഗ്രഹിച്ചിരുന്നതെന്നാണ് ഷമ്മി പറയുന്നത്. കഥ മമ്മൂട്ടിയോട് പറഞ്ഞിരുന്നു, എന്നാൽ അദ്ദേഹം ഭയന്ന് പിന്മാറിയെന്നാണ് ഷമ്മി പറയുന്നത്. ഒരു അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു ഷമ്മി തിലകൻ. അച്ഛന് സിനിമ സംവിധാനം ചെയ്യണമെന്നുണ്ടായിരുന്നു. അച്ഛന്റെ നടക്കാതെ പോയ ആഗ്രഹം അത് മാത്രമാണ്. സോക്രട്ടീസ് എന്നൊരു നാടകം സിനിമയാക്കണമെന്നും അത് സംവിധാനം ചെയ്യണമെന്നും അഭിനയിക്കണം എന്നും ഉണ്ടായിരുന്നു. അതുപോലെ മമ്മൂക്കയെ വെച്ച് വേറൊരു സിനിമ ചെയ്യാൻ അച്ഛന് അതിയായ ആഗ്രഹമുണ്ടായിരുന്നു. കൈനഗരി തങ്കരാജ് അഭിനയിച്ച ഒരു നാടകമുണ്ടായിരുന്നു. പുലയൻ തമ്പുരാനാകുന്ന കഥയാണത് എന്നാണ് ഷമ്മി തിലകൻ പറയുന്നത്. മമ്മൂക്കയോട് പറഞ്ഞിരുന്നു. മമ്മൂക്ക പക്ഷേ പേടിച്ച് അയ്യോ ഞാൻ ചെയ്യില്ലെന്ന് പറഞ്ഞു. കാരണം നാടകത്തിൽ അത് വളരെ ഹിറ്റായിട്ടുള്ള കഥാപാത്രമാണ്. നാടകം സിനിമയാക്കിയപ്പോൾ സിനിമ പൊളിഞ്ഞിട്ടേ ഉള്ളൂ. അതിന് വിരുദ്ധമായിട്ടുള്ളത് കാട്ടുകുതിരയാണ്. അത് അച്ഛന് ദേശീയ അവാർഡ് വരെ കിട്ടിയ സിനിമയുമാണ്. അങ്ങനെ ഒരു അവസ്ഥയിൽ മമ്മൂക്കയ്ക്ക് ഭയങ്കര ഭയമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അച്ഛനത് ഡ്രോപ്പ് ചെയ്തത്. അച്ഛന് ആ കഥ മമ്മൂട്ടിയെ വെച്ച് ചെയ്യണമെന്ന് ഒരുപാട് ആഗ്രഹമുണ്ടായിരുന്നു. ആ കഥ എന്നോട് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. സിനിമയിൽ അങ്ങനെ ആക്കണം എന്നൊക്കെ പറഞ്ഞിരുന്നു എന്നും ഷമ്മി തിലകൻ പറഞ്ഞു. അതേസമയം വിലായത്ത് ബുദ്ധയാണ് ഷമ്മി തിലകന്റെ ഏറ്റവും പുതിയ സിനിമ. പൃഥ്വിരാജ് നായകനാകുന്ന ചിത്രത്തിലെ ഷമ്മി തിലകന്റെ പ്രകടനം കയ്യടി നേടുകയാണ്. GR ഇന്ദുഗോപന്റെ രചനയിൽ ജയൻ നമ്പ്യാരാണ് സിനിമയുടെ സംവിധാനം. പ്രിയമത കൃഷ്ണൻ, സുരാജ് വെഞ്ഞാറമൂട് തുടങ്ങിയവരാണ് ചിത്രത്തിൽ പ്രധാന വേഷങ്ങളിലെത്തിയത്. ഇന്ദുഗോപന്റെ പ്രശസ്ത നോവലിന്റെ ചലച്ചിത്രാവിഷ്കാരമായിരുന്നു സിനിമ.